ബിഗ് ബോസ് വീട്ടിൽ വന്നു പോയിട്ട് ഒരുപാട് നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സൗഹൃദങ്ങളായി വീട്ടിൽ ജീവിച്ചിട്ട് പിന്നീട് പുറത്തിറങ്ങിയിട്ട് മുഖത്തോട് മുഖം നോക്കാൻ പോലും പറ്റാത്ത രീതിയിലും ചില ബന്ധങ്ങൾ മാറിയിട്ടുണ്ട്. സീസൺ 7 സൗഹൃദങ്ങൾ ജീവിതകാലം മുഴുവനും കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി ആരാണോ അവർക്കൊരു ഹാർട്ടിൻ്റെ പില്ലോ കൊടുത്തിട്ടുണ്ട്, അവരുടെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. അത് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു ടാസ്കുമായിട്ട് ലാലേട്ടൻ എത്തുന്നുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു ടാസ്ക്. ഒരുപക്ഷെ നമ്മളെയും ബിഗ് ബോസ് കുടുംബാംഗങ്ങളെയും വളരെ ഇമോഷണലി ആ ഒരു വഴിയിലൂടെയൊക്കെ കൊണ്ടുപോകുന്ന, എവിടെയോ നമുക്കൊരു സങ്കടം തോന്നുന്ന രീതിയിലുള്ള, നമ്മുടെ മനസ്സിൽ നൊമ്പരപ്പെടുത്തുന്ന ചില നിമിഷങ്ങളിലൂടെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൻ്റെ മധ്യഭാഗത്തിൽ നമ്മൾ പോകാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാ സീസണിലും ഇത്തരമൊരു ടാസ്ക് ഉണ്ടാവാറുണ്ട്. ഇന്നും അത്തരമൊരു ടാസ്കുമായിട്ട് ലാലേട്ടൻ എത്തുന്നുണ്ട്. ഒരു പില്ലോ, ഒരു ഹാർട്ടിൻ്റെ റെഡ് കളർ പില്ലോ, അതിനകത്ത് ഓരോ മത്സരാർത്ഥികളുടെ ഫോട്ടോസ് പതിപ്പിച്ചിട്ടുണ്ടാവും. ഇവിടുന്ന് പോയ ശേഷവും ജീവിതകാലം മുഴുവനും ഈ സൗഹൃദം കൊണ്ടുപോകാൻ താല്പര്യമുള്ളത് ആരെയാണ് അവർക്ക് ആ ഒരു പില്ലോ കൊടുക്കാനാണ് പറയുന്നത്. ഒരുപക്ഷെ അവരുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഓടുന്നുണ്ടാവും അല്ലേ. അതിൽ അനീഷ് ഷാനവാസിനാണ് കൊടുക്കുന്നത്. ഷാനവാസും അനീഷിന് തന്നെയാണ് കൊടുക്കുന്നത് തോന്നുന്നു. ഷാനവാസ് പറയുന്നുണ്ട് ഹൃദയം കല്ലാണെന്ന് പറഞ്ഞ ആളാണ്, ഇപ്പോൾ അതൊക്കെ ഒരുപാട് മാറി, എന്നോട് ഐ ലവ് യു വരെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിനെ കെട്ടിപ്പിടിക്കുന്നു. അനീഷും ഷാനവാസിന് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. രണ്ടാളും കൂടി ഹഗ് ചെയ്യുന്നുണ്ട്. അക്ബർ നിവിനാണ് കൊടുക്കുന്നത്. അക്ബർ പറയുന്നത് നല്ല ഹൃദയമുള്ള മനുഷ്യൻ, നമുക്ക് വിശ്വസിക്കാം, കൂടെ നിർത്താം എന്ന് പറഞ്ഞിട്ട് നിവിനെ കെട്ടിപ്പിടിച്ച് നിവിന് കൊടുക്കുന്നു. സാബുമാൻ നിവിനാണ് കേട്ടോ കൊടുക്കുന്നത്. അത്തരത്തിലാണ് പ്രൊമോ നോക്കിയപ്പോൾ മനസ്സിലായത്. സാബുമാൻ കൊടുക്കുന്നത് നിവിനാണെന്ന് തോന്നുന്നു. അത്തരത്തിൽ അവനാണ് സാധ്യത. അതിൽ ലാലേട്ടനോട് പറയുന്നുണ്ട് ചില ബന്ധങ്ങൾ അങ്ങനെയാണല്ലോ ലാലേട്ട, അറിയാതെ നമ്മുടെ അടുത്തേക്ക് വന്നു പോകും. അപ്പോൾ എൻ്റെ ഹൃദയം അവളുടെ കയ്യിൽ സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളുടെ കയ്യിലേക്കാണ് കേട്ടോ കൊടുക്കുന്നത്. ലാലേട്ടനാണെങ്കിൽ ലാലേട്ടൻ്റെ ഹൃദയം എല്ലാവർക്കും കൊടുത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫ്ലൈങ് കീസ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ബ്രേക്കിന് പോകുന്നത്. ഈ ഒരു രംഗങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിനെ അടിപൊളിയാക്കുന്നത്. എന്നാൽ സൗഹൃദത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ആദിലേനെയാണ് ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നത്. ആദില അനുമോളുടെ നല്ലൊരു ഫ്രണ്ടാണ്. പലപ്പോഴും അനുമോൾ ആദിലയുടെ കൂടെ കൂടിയിട്ട് ഗെയിമിൽ പലതരത്തിലുള്ള നെഗറ്റീവ്സ് അനുമോൾക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് അനുമോളെ മനസ്സിലാക്കിയിട്ടുള്ള, അനുമോളെ ചതിക്കാത്ത, പിന്നിൽ നിന്ന് കുത്താത്ത ഒരു ഫ്രണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആദിലേനെയാണ് കേട്ടോ. അനുമോളുടെ കൂടെ നിന്ന് അനുമോളുടെ ഫെയിം കണ്ടിട്ടോ മറ്റേത് കണ്ടിട്ടോ അല്ലെങ്കിൽ കുറച്ച് നാളും കൂടി വീട്ടിൽ നിന്ന് പോകാമെന്ന് കരുതിയിട്ട് അനുമോളുടെ കൂടെ നിന്ന് പിന്നിൽ നിന്ന് കുത്തിയ കുറേ കണ്ടസ്റ്റൻസ് ഉണ്ട്. അവരൊക്കെ പുറത്ത് പോയ ശേഷം ഒരു ഫ്രണ്ടാണ്, അതൊരു ഗെയിമാണ്, പുറത്തിറങ്ങിയ ശേഷം സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറ്റമെങ്കിലും പറയാതിരിക്കുക. പക്ഷെ ആ ഒരു മര്യാദ പോലും അനുമോളുടെ കൂടെ നിന്നവരും കിടന്നവരും കളിച്ചവരും ചിരിച്ചവരും ഒന്നും അത് കാണിക്കുന്നില്ല. എല്ലാവരുടെ വീട്ടിനകത്തേക്ക് കയറാനായിട്ട് പോയിട്ടുണ്ട്. എയർപോർട്ടിൽ പോലും പറയുന്നത് അനുമോൾ എന്ന വ്യക്തിക്ക് കപ്പ് കിട്ടുമെന്ന് അവർ പറയുന്നില്ല. അപ്പോഴും PR-ൻ്റെ കാര്യമൊക്കെ എടുത്ത് പറയുന്നത്. ഒരു ഫ്രണ്ടാണ്, ഒരു പരിഗണന പോലും കൊടുക്കുന്നില്ല. എങ്ങനെയൊക്കെ അനുമോളെ താത്തിക്കെട്ടാൻ പറ്റുമോ അതുപോലെയൊക്കെ താത്തിക്കെട്ടുന്ന രീതിയിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് അതൊക്കെയാണ് ഓർമ്മ വന്നത്. ആ ഒരു പ്രൊമോ കണ്ടപ്പോൾ എന്ത് സൗഹൃദമാണ്, സൗഹൃദം എന്ത് വിലയാണ് ഇവരൊക്കെ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഒരുപക്ഷെ സൗഹൃദത്തിനപ്പുറം ഇവർക്ക് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അസൂയ, കുശുമ്പ്, ആ ഒരു വികാരങ്ങളും മനുഷ്യന്മാർക്ക് ഉണ്ടാകുമല്ലോ. അതിന് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവമല്ലേ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അവസാന നിമിഷവും അനുമോളിങ്ങനെ താത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. വേറെ ആരെയും അങ്ങനെ താത്തിക്കെട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അനുമോളെ മാത്രമാണ് എല്ലാവരും താത്തിക്കെട്ടുന്നത്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇതെടുത്ത് പറയുന്നത്. PR ആണെന്നൊന്നും പറഞ്ഞേക്കല്ലേ. ഒരുപക്ഷെ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ രേണുസുതിയാണ് കേട്ടോ ബെറ്റർ. രേണുസുതി എന്ന് പറഞ്ഞാൽ ഒരാളെയും കുറ്റം പറഞ്ഞിട്ടില്ല. എന്ത് ചോദിച്ചാലും പുള്ളിക്കാരിക്ക് നെഗറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലടാ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിഷയത്തിൽ നിന്ന് സ്കിപ്പായി പോകാറാണ് പതിവ്. അല്ലാണ്ട് ഒരാളെക്കുറിച്ചും കുറ്റം പറയുകയോ അവർ താത്തിക്കെട്ടാൻ നോക്കുകയോ ഒന്നും രേണുസുതി ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇപ്പോൾ ആൾ ഇവിടെയെങ്കിലും അല്ല, അങ്ങോട്ട് പുറത്താണ്, അബ്രോഡാണ് ഫുൾ ടൈം. പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഇവിടെയൊന്നും അല്ല, ആൾ മൊത്തം പുറത്താണ്. ദുബായിലും ബഹ്റിലൊക്കെ ആണ് ആൾ. ഭയങ്കര ബിസിയൊക്കെയാണ്. ഇനി ബിഗ് ബോസ് വീട്ടിൽ വരുമോ ആവോ. ആ കാര്യത്തിൽ രേണുസുതിയെ ഞാൻ സമ്മതിച്ചു കൊടുത്തേക്കുന്നു കേട്ടോ. അങ്ങനെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒരുപാട് നിമിഷങ്ങളുമായിട്ടാണ് ഓരോ കുടുംബാംഗങ്ങളും വീട്ടിൽ നിന്നും പടിയിറങ്ങാൻ പോകുന്നത്. മറ്റു കണ്ടസ്റ്റൻസുകളെല്ലാം ഒരു 5-6 പേര് വീട്ടിനകത്തേക്ക് കയറും. രസകരമായ നിമിഷങ്ങൾ നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നു ഫിനാലെ വോട്ടിംഗ് ഇന്ന് രാത്രി മുതൽ സ്റ്റാർട്ട് ചെയ്യും തോന്നുന്നു. അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങൾ ലാലേട്ടൻ പറയും. നമുക്കെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.